ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി തുടർന്ന് കാണാം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗോബി മസാലയാണ്. നമ്മുടെ കോളിഫ്ലവർ വെച്ചിട്ട് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കിട്ടുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ളത് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ എന്തെങ്കിലും വിഷാംശമോ പ്രാണി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചൂടുവെള്ളത്തിൽ ഒരുപാട് സമയം ഇട്ട് വെക്കരുത്, അതങ്ങ് വെന്ത് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ എടുത്ത് നമുക്കൊന്ന് പൈപ്പിൻ്റെ വീട്ടിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ അധികം സ്മെല്ലില്ലാത്ത എണ്ണയൊക്കെ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. 2 ഇടത്തരം സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് 1 ടീസ്പൂൺ ചേർക്കാം. ഇനി ഈ സവാളയുടെയൊക്കെ നിറം മാറി നല്ലപോലെ ബ്രൗൺ ആയി വരുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ചെറുതായി ബ്രൗൺ ആയി തുടങ്ങി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം എല്ലാം മാറുന്നതിനായിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു തക്കാളി വളരെ കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 1 മിനിറ്റ് തക്കാളി ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർക്കാം. ഇനി ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിനായിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് വേകുന്നതിനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എപ്പോഴും കോളിഫ്ലവർ വേവിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ പാകത്തിന് ഷേപ്പ് ഒന്നും നഷ്ടപ്പെടാതെ ആ ഒരു പരുവത്തിന് വേണം വേവിച്ചെടുക്കാൻ. വെന്തുടഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാടൻ ഗരം മസാല ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർക്കാം. അത് എരിവിനനുസരിച്ച് ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മൂന്നും ഞാൻ നല്ലപോലെ ചൂടാക്കി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവസാനം ചേർത്തത്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായി അരിഞ്ഞത് വിതറി കൊടുക്കാം. ഇപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റാണ്. അപ്പം നോൺ വെജ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റാത്ത സമയങ്ങളിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റുള്ള ഒരു മസാലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം അതിൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.